അതെ വരും വരും. നമ്മൾ വിഷു ആഘോഷിക്കാൻ വേണ്ടിയിട്ട് പോകണം. ഇവിടെ മലയാളികളെല്ലാവരും കൂടെ ചേർന്നിട്ട് ഒരു വിഷു ആഘോഷമുണ്ട്. അപ്പം അതിന് വേണ്ടിയിട്ട് പോകണം. അപ്പോൾ അവിടെ വിഷു സദ്യയും കണിയും അതുപോലെ എല്ലാ സംഭവങ്ങളൊക്കെ ഉണ്ട്, റെഡിയാക്കിയിട്ടുണ്ട്. ഇവിടെ ഗുരുവായൂരപ്പൻ ടെമ്പിളിലാണ്. നമ്മൾ ജാനുട്ടിൻ്റെയൊക്കെ ചോറൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നല്ലോ, ആ ഒരു അമ്പലത്തിലാണ്. എന്തായാലും അവിടെ പോയിട്ട് നോക്കാം എങ്ങനെയൊക്കെയാണ് ഇവിടുത്തെ വിഷു സെലിബ്രേഷൻ എന്നൊക്കെ. പോയിട്ട് വന്നാലോ. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വ്ളോഗിൽ വിഷുവിൻ്റെ തലേദിവസം നടന്ന ഒരു വിഷു സെലിബ്രേഷനും അതുപോലെ വിഷുവിൻ്റെ ഷോപ്പിങ്ങും ഇവിടുത്തെ അടുത്തുള്ള കടയിലൊക്കെ പോയിട്ട് ചക്കയും മാങ്ങയൊക്കെ എടുക്കണമല്ലോ, അപ്പോൾ അതിൻ്റെയൊക്കെ ഷോപ്പിങ്ങും എല്ലാം കൂടെ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ഒരു വീഡിയോ ആണ്. നമ്മളിവിടെ ന്യൂജേഴ്സിയിലെ ഗുരുവായൂരപ്പൻ ടെമ്പിളിലോട്ടാണ് പോണത്. അവിടുത്തെ KHNG എന്ന് പറയുന്ന ഗ്രൂപ്പാണ് നമ്മുടെ ഈ ഒരു വിഷു ആഘോഷമൊക്കെ ഓർഗനൈസ് ചെയ്തിരിക്കുന്നത്. ഇവിടെ എല്ലാ വർഷവും നടക്കാറുണ്ട്. നമ്മൾ താമസിക്കുന്നത് ഈ ക്ഷേത്രത്തിൽ നിന്ന് കുറച്ച് ദൂരെ ആയതുകൊണ്ട് അങ്ങനെ കഴിഞ്ഞ വർഷങ്ങളിലൊന്നും വന്നിട്ടില്ലായിരുന്നു. അപ്പോൾ ഇതേ ക്ഷേത്രം എത്തി. അവിടെ ഒരു ഗരുഡ വിഗ്രഹമൊക്കെ ഉണ്ട്. അത് കഴിഞ്ഞിട്ട് ഇതാണ് ക്ഷേത്രത്തിൻ്റെ ഒരു ഫ്രണ്ട് വ്യൂ എന്ന് പറയുന്നത്. ഇതിപ്പം നല്ല വസന്തകാലമൊക്കെ ഇവിടെ തുടങ്ങിയതുകൊണ്ട് തന്നെ രണ്ട് സൈഡിലും കണ്ടു നല്ല പൂക്കളൊക്കെ ആയിട്ട് രസമുണ്ടായിരുന്നു. അതെ, അപ്പം നമ്മളെന്തായാലും ഇവിടെ എത്തി. ഇനി അകത്ത് പോയിട്ട് പരിപാടികളൊക്കെ തുടങ്ങിയിട്ടുണ്ടാവും. പ്രോഗ്രാംസ് ഒക്കെയാണ്, നമ്മുടെ ഓണം സെലിബ്രേഷൻ പോലെ തന്നെയാണ്. നമുക്ക് എൻട്രൻസ് ഇവിടെയാണ്, ടെമ്പിൾ എൻട്രൻസ്. നമ്മൾ അമ്പലത്തിനകത്തെത്തി കഴിയുമ്പം ലെഫ്റ്റ് സൈഡിലായിട്ട് നമ്മുടെ ചെരുപ്പൊക്കെ ഊരി വയ്ക്കാനുള്ള ഒരു സ്ഥലമുണ്ട്. അതിനുശേഷം നമ്മൾ ഇതിനകത്തോട്ട് പോകണം. പിന്നെ ടെമ്പിൾ ഇതിൻ്റെ മുകളിലാണ്, നമ്മൾ പ്രതിഷ്ഠയൊക്കെ അവിടെയാണ്. അപ്പോൾ ഇതിനകത്ത് വന്നപ്പോഴത്തേക്കും ഒരുപാട് പേരുണ്ട്. എല്ലാവരും ഓഡിറ്റോറിയത്തിലും ഇരിക്കുന്നുണ്ട്, കാരണം പരിപാടികളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഡാൻസ് പ്രോഗ്രാമൊക്കെയാണ് നടക്കുന്നത്. ഇവിടെ അമ്പലത്തിലെ പ്രസാദമൊക്കെ ഈ ഒരു ഭാഗത്ത് വെച്ചിട്ടുണ്ടാവും. ഇപ്പം എല്ലാം തീർന്നു പോയി. പിന്നെ നമ്മൾ ഈ ഒരു പരിപാടിക്ക് വേണ്ടി രജിസ്റ്റർ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം അതിൻ്റെ സ്കാനിങ് ഒക്കെ നടന്ന് നമ്മളിപ്പം ടാഗൊക്കെ ആയിട്ട് അകത്ത് കടന്നു. ഇത് ഇവിടെ ഒരുക്കിയിരിക്കുന്ന കണി ഇതാണ്. പിന്നെ അതിനുശേഷം കൈനീട്ടും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു. കുട്ടികൾക്ക് മാത്രമാണ് കൈനീട്ടമൊക്കെ കൊടുക്കുക. നല്ല ഭംഗിയുള്ള കണിയായിരുന്നു. നമ്മൾ പിന്നെ കുറച്ച് വൈകിയത് കൊണ്ട് തന്നെ ഇരിക്കാനുള്ള സ്ഥലമൊന്നും ഓഡിറ്റോറിയത്തിൽ ഉണ്ടായിരുന്നില്ല. എല്ലാം നല്ല ഫുള്ളായിട്ടിരിക്കുകയായിരുന്നു. അപ്പോൾ നമ്മൾ പുറകിൽ പോയി നിന്ന് കുറച്ച് നേരമൊക്കെ ഇങ്ങനെ നമ്മുടെ സ്റ്റേജിലെ പ്രോഗ്രാംസൊക്കെ കണ്ടു. അതിൻ്റെ ഇടയിൽ എല്ലാവരും പായസം കുടിക്കണ്ടായിരുന്നു. അപ്പം ഏട്ടൻ എനിക്കൊരു ഗ്ലാസ് എടുത്തിട്ട് വന്നതാണ്. പരിപ്പ് പ്രഥമനായിരുന്നു. അതിനുശേഷം പിന്നെ നമ്മുടെ വിഷു സദ്യയാണ്. അപ്പം സദ്യയ്ക്ക് വേണ്ടിയിട്ടുള്ള ക്യൂവിൽ നിൽക്കുകയാണ്. നമ്മൾക്ക് ഈ ഒരു പ്ലേറ്റിലാണ് സദ്യ കഴിക്കാൻ പോണത്. Happy Vishu. Happy Vishu. Happy Vishu. Happy Vishu. Happy Vishu. Happy Vishu. അതെ വരും വരും.
അപ്പോൾ നമ്മുടെ സദ്യ പ്ലേറ്റിൽ ചോറ്, പപ്പടം, അതുപോലെ ചിപ്സ്, ഉപ്പേരി, പിന്നെ അവിയൽ, പരിപ്പ് കറി, പച്ചടി ബീട്രൂട്ടിൻ്റെ ഉണ്ടായിരുന്നു, ബീൻസിൻ്റെ ഒരു ഉപ്പേരിയും, പിന്നെ പുളിശ്ശേരി, സാമ്പാർ, പിന്നെ ഒരെണ്ണം കൂടെ ഉണ്ടല്ലോ എലിശ്ശേരി, അച്ചാറും ഉണ്ടായിരുന്നു. ഈ പ്ലേറ്റിൽ ഇങ്ങനെ ചോറും കറികളൊക്കെ വിളമ്പിരിക്കണ കാണാൻ നല്ല ഭംഗിയില്ലേ, ഒരു പൂവ് പോലെ ഉണ്ടല്ലേ, ഇങ്ങനെ നടുക്ക് ചോറും ചുറ്റും കറികളൊക്കെ ആയിട്ട്. അങ്ങനെ പിന്നെ ഭക്ഷണമൊക്കെ കഴിച്ചു. സൈഡിൽ സെയിൽസൊക്കെ നടക്കുന്നുണ്ട്, അപ്പം അതൊക്കെ ചുമ്മാ നോക്കുമായിരുന്നു. അതിനുശേഷം പിന്നെ നമ്മൾ അമ്പലത്തിൽ നിന്ന് ഇറങ്ങി. വിഷുവിൻ്റെ ഷോപ്പിങ്ങും കൂടെ ചെയ്യാനുണ്ടല്ലോ, അപ്പോൾ അതുകൊണ്ട് പിന്നെ നിന്നില്ല. കുറച്ച് ഫോട്ടോസൊക്കെ എടുക്കണം വിചാരിച്ച് വെളിയിൽ ഇറങ്ങിയതിന് ശേഷം, പക്ഷേ ഭയങ്കര തണുപ്പായിരുന്നു. ഇതേ അവിടെ പുറകിൽ എല്ലാവരും ഫ്രണ്ട്സൊക്കെ ഫോട്ടോസ് എടുത്തുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ നമ്മളെന്തായാലും ഇനിയിപ്പം ഷോപ്പിങ്ങിന് പോയിട്ട് ഇവിടുത്തെ ഒരു വിഷു ചന്തയും എങ്ങനെയൊക്കെയാണെന്നുള്ളത് കാണാം. ഇവിടെ വിഷുവിന് അധികം ഇങ്ങനെ മലയാളികളൊന്നും ഇല്ലാത്തതുകൊണ്ട് വലിയ ആഘോഷമൊന്നും കടകളിലില്ല. ഓണമൊക്കെ വരുമ്പോഴാണ് പിന്നെയും കുറച്ചൊക്കെ ഉള്ളത്. വിഷു അധികം ഒന്നും ഇങ്ങനെ അറിഞ്ഞു തുടങ്ങിയിട്ടില്ല കടയിലുള്ളവർ. മലയാളി കടയിലാണെങ്കിൽ ഉണ്ട്. ഇത് പക്ഷേ കൂടുതലും ഇവിടുത്തെ നോർത്ത് ഇന്ത്യൻ കടകളൊക്കെയാണല്ലോ. പക്ഷെ ഇപ്പം ഞങ്ങൾ മെയിനായിട്ട് വന്നത് എന്താണെന്ന് വെച്ചാൽ ചക്ക വേണം. നമുക്ക് കുറച്ച് വെണ്ടയ്ക്ക എടുക്കാം. ഇതിനൊന്നും എടുക്കണ്ടെന്ന് വിചാരിച്ചാണ്, ചക്ക നോക്കാനാ വന്നത്. അങ്ങനെ അവസാനം ഒരു ചെറിയ കഷ്ണം ചക്ക കണ്ടുപിടിച്ചു. അപ്പം എന്തായാലും അതെടുത്തിട്ടുണ്ട്. ഇതിനു മുന്നേ ഒരുപാട് വലിയ വലിയ ചക്കകളൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നതും എടുത്തതായിരുന്നു. പക്ഷെ വിഷു വന്നപ്പോഴത്തേക്കും എവിടെയും ഒരു ചക്കയില്ല. പിന്നെ നമ്മൾക്ക് കണി വയ്ക്കാൻ വേണ്ടത് വെറ്റിലയാണ്. കറിവേപ്പില അതിൻ്റെ സൈഡിൽ കൂടെ എടുത്തതേ ഉള്ളൂ. ഇതാണ് ഞാൻ പറഞ്ഞ പുളിയവരിക്ക. അതുപോലെ ഇത് പുളിയവരിക്കയുടെ ദാല്, ഇത് ഹോൾ പുളിയവരിക്ക. ഇത് നമ്മൾ കണിയൊക്കെ വയ്ക്കും, കണിയവരിക്കാൻ വേണ്ടിയിട്ട്. കണി കാണുമ്പോൾ ഇത് പാലക്കാടൊക്കെ ഭയങ്കര നിർബന്ധമായിട്ട് കാണിക്കുന്നത്. അങ്ങനെ ഇവിടുന്ന് വെറ്റിലയും ചക്കയൊക്കെ എടുത്തതിന് ശേഷം പിന്നെ നമ്മൾ വീട്ടിലോട്ട് പോവുകയാണ് ചെയ്തത്. അതിനുശേഷം ഇതിനു മുന്നേ ഒരു 4-5 ദിവസം മുന്നേ തന്നെ പട്ടേൽ ബ്രദേഴ്സിൽ വന്നിട്ടുണ്ടായിരുന്നു. വിഷു ഷോപ്പിങ്ങിന് വേണ്ടിയിട്ട് വന്നതാണ്. ഇവിടെ ചക്കയൊന്നും കിട്ടാത്തത് കൊണ്ടാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ തലേ ദിവസം പോകേണ്ടി വന്നത്. അപ്പോൾ ഇവിടുന്ന് നമ്മൾ പഴം എടുത്തിട്ടുണ്ട്, അതുപോലെ പഴുത്ത മാങ്ങ എടുത്തിട്ടുണ്ട്, പിന്നെ പപ്പായ. വിഷുവിന് ആവശ്യമുള്ള എല്ലാ മഞ്ഞ കളറിലുള്ള സംഭവങ്ങളും എടുക്കണമല്ലോ. അപ്പോൾ ഇത് കണ്ടോ, ഇതാണ് അമേരിക്കയിലെ വെള്ളരിക്ക. നമ്മുടെ നാട്ടിലെ വെള്ളരിക്കയുടെ ലുക്കൊക്കെ ഉണ്ടെങ്കിലും ഉരുണ്ടാണ് ഇരിക്കുക. പക്ഷേ ഇത് വിഷുവിന് എപ്പോഴും ഞാൻ കണി വയ്ക്കാൻ വേണ്ടിയിട്ട് എടുക്കുന്നതാണ്. നമ്മളിപ്പോൾ ഫാമേഴ്സ് മാർക്കറ്റിൽ വന്നിരിക്കുകയാണ്. അങ്ങനെ അവിടെ നിന്ന് പച്ചക്കറികളൊക്കെ എടുത്തതിന് ശേഷം അടുത്തൊരു കടയിൽ വന്നു. ഇവിടെ ഫ്രൂട്ട്സൊക്കെ എടുക്കാൻ വേണ്ടിയിട്ടാണ് വന്നത്. അതിൻ്റെ ഇടയിൽ ക്യാബേജ് കണ്ടപ്പം ഇവിടെ കുറച്ച് റേറ്റൊക്കെ കുറവാണ് നമ്മുടെ ഈ ഫാമേഴ്സ് മാർക്കറ്റിൽ. അപ്പോൾ അതുകൊണ്ട് അതെടുത്തു. പിന്നെ പൈനാപ്പിളും മത്തൻ എടുത്തില്ല. മത്തൻ കാരണം മുഴുവനായിട്ടുള്ളതാണ് കണ്ടത്. അതിവിടെ അധികം ആരും കഴിക്കില്ല. അപ്പോൾ അതുകൊണ്ട് പിന്നെ അതെടുത്തില്ല. ബാക്കിയുള്ള എല്ലാ ഫ്രൂട്ട്സും അത്യാവശ്യമുള്ള സംഭവങ്ങളൊക്കെ എടുത്തിട്ട് പിന്നെ നമ്മൾ വീട്ടിലോട്ട് വന്നു. നമ്മളപ്പോൾ ഇവിടെ കണിക്കൊന്നയൊക്കെ സെറ്റ് ചെയ്ത് ചുമ്മാ ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ട് വന്നതാണ്. അപ്പം ഫോട്ടോ എടുത്ത് ഭയങ്കര തണുപ്പുണ്ട് കേട്ടോ. നോക്കി ആരില്ല ഇവിടെ. ഇങ്ങനെ വാക്കിങ്ങിനൊക്കെ പോകുന്ന സ്ഥലമാണ്. അപ്പോൾ ഇത് കണ്ടിട്ട് എല്ലാവരും നോക്കുന്നുണ്ടാവും. ഇനി ബാക്കി ഇപ്പം വിഷുവിൻ്റെ നാളത്തേക്ക് എടുക്കാം. നാളെയല്ലേ കണിയൊക്കെ കണ്ടു കഴിഞ്ഞിട്ട് അപ്പോൾ എടുക്കാമെന്ന് വിചാരിച്ചു. ജസ്റ്റ് ഇന്ന് നല്ല ക്ലൈമറ്റാണെന്ന് പറഞ്ഞിട്ട് പുറത്തിറങ്ങിയതാണ്. പക്ഷേ വൈകുന്നേരം എന്ന് വെച്ചാൽ വെളിച്ചം പോയി. അപ്പം പിന്നെ വെയിലില്ലാത്തതുകൊണ്ട്, വെയിലുണ്ടായിരുന്നെങ്കിൽ കുഴപ്പമില്ല. നല്ല തണുപ്പ്. അപ്പോൾ പിന്നെ എന്തായാലും നമ്മൾ തിരിച്ച് വീട്ടിൽ പോകാമെന്ന് വിചാരിച്ചു. ജാനൂട്ടിയാണെങ്കിൽ ജാക്കറ്റൊന്നും ഇടണില്ല. അപ്പം വീട്ടിൽ പോകാമെന്ന് പറഞ്ഞാൽ വീട് ഇവിടെ തന്നെയാണ്. ജസ്റ്റ് വാക്ക് ചെയ്ത് വന്നതാണ്.
പക്ഷെ എന്തായാലും നടക്കണ്ടേ. അയ്യോ തണുത്തിട്ടാണ്. തണുപ്പില്ലായിരുന്നെങ്കിൽ പ്രശ്നമില്ല, അല്ലെങ്കിൽ കുറച്ച് വെയിലുള്ള സമയത്ത് വന്നാൽ കൂടെ പ്രശ്നമില്ലായിരുന്നു. പക്ഷേ ഇതിപ്പോൾ തണുപ്പ് കൊന്നപ്പൂവൊക്കെ കണ്ടു. അപ്പോൾ വെറുതെ ജാനൂട്ടിനെയും വിക്കിനെയൊക്കെ വെച്ചിട്ട് ഫോട്ടോസ് എടുക്കാൻ വേണ്ടിയിട്ടായിരുന്നു വന്നിട്ടുണ്ടായിരുന്നത്. കണിക്കൊന്നും എന്തായാലും നമ്മൾക്ക് മരമില്ലല്ലോ. അപ്പം പ്ലാസ്റ്റിക് പൂവിനെ ഇത് ഇതുപോലെയൊക്കെ ഒന്ന് ഡെക്കറേറ്റ് ചെയ്ത് ഒരു കണിക്കൊന്ന് മരം ആക്കി എടുത്തു. മരമല്ല, കുഞ്ഞു ചെടിയാക്കി എടുത്തു. എന്നിട്ട് വെറുതെ ഒന്ന് ഫോട്ടോസൊക്കെ എടുത്തതായിരുന്നു. അപ്പോൾ എന്തായാലും ഇന്നത്തെ ഒരു വ്ളോഗ് ഇത്രയേ ഉള്ളൂ. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാകുമെന്ന് വിചാരിക്കണം. ഇനി വിഷുക്കണിയും ബാക്കി വിശേഷങ്ങളൊക്കെ ആയിട്ട് അടുത്ത വ്ളോഗിൽ വരാം. എല്ലാവർക്കും ഒരുപാട് താങ്ക്സ് ഉണ്ട് ഇവിടം വരെ കണ്ടതിൽ. ബൈ.